നമ്മുടെ അതിസാഹസികമായിട്ട് അപ്പൊ നമ്മൾ അതിസാഹസികമായിട്ട് സെമി ഫൈനലിലേക്ക് നമ്മൾ ചാടിക്കടന്നിരിക്കുന്നു. ഓക്കെ, നമ്മളൊരു ത്രോയിൽ നിന്ന് തുടങ്ങി ജാവോ ഫെലിക്സ്, നമ്മുടെ സുൽത്താൻമാരെ എല്ലാവരും ഉണ്ട്. അതെ നിങ്ങൾ കാണുക ഡീപ്പോളിൽ കൊടുത്തവൻ കോവാച്ചിക്ക് കൊടുത്ത് ഡ്യൂക്ക് എടുക്കാൻ നോക്കുന്നു. അപ്പോൾ ജാവോ ഫെലിക്സ് എടുക്കാൻ നോക്കുന്നു. പക്ഷേ നമുക്ക് പറ്റിയില്ല, നമ്മൾ അവനെ കൊണ്ടുപോയില്ല. അവിടെ നമ്മളിപ്പോൾ കളിച്ചു തുടങ്ങുന്നു. കിവിയോറി, ഗ്രീലിഷ് നമ്മുടെ സുൽത്താന, ജാവോ ഫെലിക്സ് ബാക്ക് ഷൂട്ട്. ഓക്കെ അത് ഗോളാണ്. പക്ഷേ അത് ഓഫ്സൈഡ്. അതും ബൈസൈക്കിൾ കിക്കില്. അത് ഓഫ് സൈഡ് ആരാണ് പറയുന്നത്? എനിക്ക് പോലും മനസ്സിലായില്ല. അത് ഓഫ് സൈഡ് അല്ല. നോക്കുക, നമ്മൾ അത് സാഹസികമായിട്ട് എല്ലാം നോക്കുന്നു. കാണുന്നതെല്ലാം നമ്മൾ കൺമുമ്പിൽ നടക്കുന്ന പോലെ റിയൽ ലൈഫിൽ നടക്കുന്ന സാധനങ്ങളാണ് നമ്മളിപ്പോൾ കളിച്ചത്. അതേ പിടിക്കാൻ വന്നപ്പോൾ മറ്റൊരു കൊണ്ടുപോയത്. പിന്നെ നമ്മൾ പിടിച്ചിരിക്കുന്നു. അതിസാഹസികമായിട്ട് നമ്മുടെ ഗോൾ കീപ്പർ പിടിച്ചിരിക്കുന്നു. അത് വണ്ടർഫുൾ സേവ് ആണെന്ന് പറയാം ഗൈസ്. ഓക്കെ, അതിന് വളരെ നഷ്ടപ്പെട്ട ക്ലിയർ ആയിരുന്നു. ഇനി നമുക്ക് 2 ഗോളും കൂടെ നേരം ജയിക്കാം. 2 ഗോൾ, അത് മാത്രം മതി. നമ്മൾ ജയിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമല്ലോ. ഓക്കെ ഇപ്പോൾ പാസ് ചെയ്ത് നമ്മൾ ബോബിന് കൊടുത്ത് നമ്മുടെ യുവതാരങ്ങളാണ് ഇപ്പം പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബാർസലോണയുടെ താരമായ ജാവോ ഫെലിക്സ് വരെ നമ്മുടെ ടീമിലുണ്ട്. അതെ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് എംഎറ്റി ആണ് പറയുന്നത്. പക്ഷേ സിറ്റിയിലെ അടുത്ത യുവതാരമായ കോവാച്ചിച്ച് പിന്നെ ഗോളടിച്ചിരിക്കുന്നു ഗൈസ്. ഓക്കെ, നമുക്ക് എതിർവശത്തെ ഒരു ത്രോ എടുത്തിരിക്കുന്നു. നമ്മൾ അതിസാഹസികമായിട്ട് ഓക്കെ, എതിർവശത്തിന് ഒരു കോർണർ കിട്ടിയിരിക്കുന്നു. നമ്മൾ എന്താവുന്നത് അതിസാഹസികമായിട്ട് ആരൊക്കെ പിടിച്ചിരിക്കുന്നു ഗൈസ്. ഓക്കെ, അതെന്താണ് പറ്റിയിരിക്കുന്നത്? അയ്യോ അത് സാഹസികമായിട്ട് പിടിച്ചിരിക്കുന്നു. ഓക്കെ, നോക്കുക അതിസാഹസികമായിട്ട് ഗോൾ അടിച്ചിരിക്കുന്നു. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അത് എന്തൊരു നല്ല ഗോളാണെന്ന്. നോക്കുക, എല്ലാം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾ ആരും പോകരുത്. നിങ്ങൾ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിസാഹസികമായിട്ട് പിന്നെ നമ്മുടെ ഗോൾ കീപ്പർ പിടിച്ചിരിക്കുന്നു. നമ്മൾ സാഹസികമായിട്ട് ഈ മാച്ച് ജയിച്ചിരിക്കുന്നു ഗൈസ്. ഇതാണ് നമ്മുടെ ഏറ്റവും നല്ല മാച്ച്. അതിസാഹസികമായി ജയിച്ചിരുന്ന മാച്ച് ഇതാണ് ഗൈസ്. നമ്മൾ എന്തൊരു കഷ്ടപ്പെട്ടാണ്. ഓക്കെ ഗൈസ്,
കൊടുത്തിരിക്കുന്നു. ഫീനിക്സ് കൊണ്ടുപോകുന്നു. ഫീനിക്സ് ലൈൻ നമ്മുടെ ഫീനിക്സ് സുൽത്താനെയും തട്ടിപ്പിടിച്ചിട്ടുണ്ട്. അത് സാഹസികമായിട്ട് കുതിച്ചു കയറുന്ന ഏതോ ഒരു രാവിലാണ് ഇതെല്ലാം നടക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എല്ലാം തമ്പുരാന്റെ കയ്യിലാണ്. ഓ എല്ലാം തമ്പുരാന്റെ കയ്യിലാണ്. പറഞ്ഞത് ഇപ്പൊ സത്യമായിരിക്കുന്നു. നമ്മൾ കാറ്റിനെയും മകൻ സൂര്യഭഗവാൻ എല്ലാവരും ഉണ്ട്. ചങ്കൂറ്റത്തിനാണ് ഇവർ പോരാടുന്നത്. ഫുട്ബോൾ is just not a game. That's a ചങ്കൂറ്റം. That's a life. Wow. Football is a game. Football. അത് സാഹചര്യമായി ഇപ്പോൾ എടുക്കാൻ പറ്റുന്ന നമ്മുടെ താരമായ ഗോൾ കീപ്പർ പിടിച്ചിരിക്കുന്നു. എതിർവശത്തെയാണ് ഡീപ്പ് കോർണർ ഗോൾ അടിക്കാൻ പോയി. നമ്മൾ എന്താണ് പറ്റുന്നത്? നമുക്ക് എന്താണ് പറ്റുന്നത്? ആർക്കും അറിയാത്ത നടന്നുകൊണ്ടിരിക്കുന്നത്. ചങ്കൂറ്റത്ത് നമ്മുടെ സുൽത്താന്മാരുടെ ചങ്കൂറ്റന്മാരാണ് ഇപ്പോൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് സാഹചര്യമായിട്ട് ഫ്രീ കിട്ടിയിരിക്കുന്നു. വിസിലാണ് അടിച്ചത്. വിസിൽ കൊടുത്ത് നമുക്ക് ആർക്കാ കിട്ടി? നമുക്ക് ആർക്കും കിട്ടിയില്ല. എത്ര വർഷം എടുക്കുന്നത് നമുക്കൊരു ഫൗൾ കിട്ടി. റെഡ് കാർഡ് കിട്ടി. എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു ഒരു ഫൗള് കിട്ടുമെന്ന്. അതും അതിസാഹസികമായിട്ട് സെർജിയോ റാമോസിനെ പോലെ നമ്മൾ ഒരു സ്ലൈഡ് ആക്ഷൻ ചെയ്ത് നമുക്ക് റെഡ് കാർഡ് കിട്ടിയിരിക്കുന്നു. രണ്ട് ഗോൾ വേണം നമുക്ക്. 78-ാം മിനിറ്റിൽ നമ്മുടെ കുഞ്ചിലാടുന്ന സുൽത്താന്മാരെല്ലാവരും പോരാട്ടങ്ങൾക്ക് ടീമാർക്ക് ഫുട്ബോൾ എന്ന വാചകം കേട്ട് അച്ചാറിട്ട് കുരുപ്പനാക്കി എല്ലാം അരച്ചു തിന്ന എല്ലാ സുൽത്താന്മാരും നമ്മളിവിടെ. ബാഴ്സലോണ താരമുണ്ട്, എല്ലാ യുവതാരങ്ങളും ഇവിടെ ഉണ്ട്. എതിർവശത്തെ ഡിഫൻഡേഴ്സിന്റെ കളി കണ്ടാൽ തന്നെ മനസ്സിലാവും അവരുടെ മുഞ്ചും തമ്പാല കലവരും. വിചാരിക്കുന്നത് പക്ഷെ നമ്മൾ സുൽത്താന്മാരെല്ലാവരും ഫുട്ബോൾ സുൽത്താന്മാരുടെ ബാറ്റിലെല്ലാം തോറ്റിരിക്കുന്നു. ഫൈനൽ നമ്മൾ തോറ്റിരിക്കുന്നു. എന്നാൽ നമുക്കൊരു ചാൻസ് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അതിനുവേണ്ടി കാത്തിരിപ്പിന് കാലമായി സുൽത്താന്മാരെല്ലാവരും പിന്നെ ഒരു മാച്ച് കളിക്കാൻ ആഗ്രഹിക്കുന്നു. നീ ഒരു മാച്ച് കളിക്കാൻ നമ്മൾ ഇത് ശ്രമിച്ചോണ്ടിരിക്കും. ഈ മാച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ കളിക്കുകയാണ്. അതിസാഹസികമായിട്ട് തോന്നിട്ടിരിക്കുന്നു. ഗൈസ് നോക്കുക കിങ്ങിന് കിട്ടി. കിങ് നമ്മുടെ സെന്റർ ബാക്കായ താരം, നമ്മുടെ പണ്ടത്തെ താരം ഇപ്പോൾ അതിസാഹസികമായിട്ട് കറക്കി നിറങ്ങി എടുത്തു കൊടുത്തിരിക്കുന്നു. സുൽത്താൻ കിട്ടി. സുൽത്താൻ ആർക്ക് പാസ് കൊടുത്തു? അത് അസിസ്റ്റാണ്. നമുക്ക് മനസ്സിലായി അസിസ്റ്റ് അല്ലാതെ. എതിർവശത്തിന് ഫ്രീ കിക്ക് കിട്ടിയിരിക്കുന്നു. ഫ്രീ കിക്ക് എടുത്ത് നമ്മൾ തട്ടിപ്പറിക്കാൻ നോക്കുന്നു. തട്ടിപ്പറയിൽ നമ്മളെ പോലീസ് പിടിച്ച് കൊണ്ടുപോയിരിക്കുന്നു. ആ പോലീസ് അതേമി ജാവോ ഫീനിക്സ്, അതായത് നമ്മൾ മുൻകരുത്തിന് കൊടുത്തു.
നമുക്കാണ് കിട്ടിയിരിക്കുന്നത്. നമ്മളൊന്ന് ബോബിന് കൊടുത്തു. ബോബ് ആർക്കും കൊടുക്കാൻ കൊടുക്കുന്നു. ബോബിന് അസിസ്റ്റ് കിട്ടിയില്ല. വളരെ ബേസുള്ള ഫിസിക്കാലിറ്റി ഉള്ള ഓരോ താരങ്ങളാണ് നമ്മുടെ ടീമിൽ ഇരിക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നമ്മൾ ജയിക്കുമോ? നമുക്ക് കണ്ടറിയാം. കോവാച്ചിച്ച് നമ്മുടെ ബാർസലോണ താരമായ ജാവോ ഫെലിക്സിന് കൊടുത്തു. ജാവോ ഫെലിക്സ് ബോബിന് കൊടുത്തു. ബോബ് നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ യുവതാരമായ ബോബിന് കൊടുത്തു. ബോബിനാണെങ്കിൽ നമുക്ക് ഗനാബ്രി കൊടുത്തു. ഗനാബ്രിക്ക് അസിസ്റ്റ് കിട്ടില്ല. ഗനാബ്രി എങ്ങോട്ടും തട്ടിക്കൊണ്ടു. അങ്ങനെ നമുക്കൊരു അതിസാഹസികമായിട്ട് ഒരു ഫ്രീ കിക്ക് കിട്ടിയിരിക്കുന്നു. ആർക്കാണ് ഗോൾ അടിക്കാൻ പോകുന്നത് നമുക്കൊന്നും മനസ്സിലാവില്ല. ഓ, അതിസാഹസികമായിട്ട് നമ്മുടെ ഗോൾ കീപ്പർ പിടിച്ചിരിക്കുന്നു. ഓ, ബാർസലോണ താരം അതും ഒരു ബനാന കിക്ക് അടിക്കുമോ? റിവെഞ്ച് എന്ന് പറയാനുണ്ടോ? നമ്മുടെ എല്ലാ ചങ്കൂറ്റ് എല്ലാവരും ഫുട്ബോളിസ്റ്റോട്ടേക്ക് അതിൽ അരച്ച് കലക്കി കുടിച്ച എല്ലാവരും വന്നിരിക്കുന്നു. ആരായിരിക്കും ഗോളടിക്കാൻ പോകുന്നത്? നമ്മുടെ യുവതാരങ്ങളിൽ ആരായിരിക്കും ഗോളടിക്കാൻ പോകുന്നത്? കംബാക്ക് ആവുമോ? നമുക്കറിയില്ല. ജാവോ ഫെലിക്സ് കിട്ടിയിരിക്കുന്നു. ജാവോ ഫെലിക്സ് പിന്നെ ഗോളടിക്കാൻ തയ്യാറിയിരിക്കുന്നു. റെയിൻബോ ഫ്ലിക്കും കൊടുത്തിട്ട് ജാവോ ഫെലിക്സ് കൊണ്ടുപോയി പണ്ട് കളിച്ച് അവനെ നമുക്ക് ആർക്കും മറക്കാൻ പറ്റും. പുതിയ താരം, യുവതാരം, ബാർസലോണ താരം ആണവൻ. മെസ്സിയുടെ കാൽപന്തുകളൊക്കെ ഇട്ട് റൊണാൾഡോയുടെ ഏറ്റവും ചങ്കൂറ്റമുള്ള ഫാനായി ഫുട്ബോളിസ്റ്റോടൊക്കെ അരച്ചലിക്ക് കുറിച്ചവൻ. നമ്മൾ അവസാന നിമിഷങ്ങളിൽ 1-2 മിനിറ്റ് കളിയിലെത്തിയിരിക്കുന്നു. നമുക്ക് ജയിക്കാൻ പറ്റുന്ന സാഹചര്യമായിട്ട് നമ്മൾ 2 ഗോൾ അടിക്കാൻ പറ്റാണ് നമ്മൾ തെറ്റിപ്പോയിരിക്കുന്നത്. പഠിച്ച ഫുട്ബോളിസ്റ്റോട് എല്ലാം ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റും. നിങ്ങൾ പോലെ എനിക്ക് പോലും മനസ്സിലാവില്ല. കമ്പനിയുടെ കയ്യിലാണ് ഇപ്പോൾ അതിസാഹചര്യമായിട്ട് ഗ്രാമരി ഗോൾ എടുത്തിട്ട് കോവാച്ചിച്ച് എന്തൊരു കളിയാണ് നിങ്ങൾ ചോദിച്ചാൽ മതിയാവും. ഇപ്പോൾ നമ്മൾ അതിസാഹചര്യമായിട്ട് എടുക്കാൻ നോക്കുന്നു. പക്ഷെ നമുക്ക് ആർക്കും കിട്ടാൻ നമ്മൾ ഏത് സാഹചര്യങ്ങളിലും നമുക്കൊരു ഫ്രീ കിക്ക് കിട്ടിയിരിക്കുന്നു. അതിസാഹചര്യമായിട്ട് നമ്മൾ ഫ്രീ കിക്ക് അടിക്കുന്നു. പക്ഷെ പിന്നെ കോർണറിൽ ടീമിന് കോർണറിൽ നമുക്ക് ആരാണത് ഫീലിക്സ് അടിക്കുമോ? നമ്മുടെ യുവതാരം ബാർസലോണ താരം ഫീലിക്സിന്റെ ഒരു കംബാക്കും റിവെഞ്ചും ഒക്കെയാണത്. കഴിഞ്ഞ മാച്ച് പൊട്ടിപ്പോയാൽ നമ്മൾ ശ്രമിച്ചോണ്ടിരിക്കുന്നു. ജാവോ ഫീലിക്സിന്റെ റിവെഞ്ച് നമ്മൾ എടുത്തിരിക്കുന്നു. അങ്ങനെ സാഹസികമായിട്ട് നമ്മൾ ഗോളടിച്ചിരിക്കുന്നു. അതും ഒരു കോർണർ കിക്ക്. ഗോളും നോക്കുക. ഹെഡൊക്കെ നോക്കുക. പിന്നെയും ഗോൾ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവന് തടയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ സൗണ്ട് കേട്ട നമ്മുടെ പണ്ടത്തെ രാജാക്കന്മാർ, നമ്മുടെ മുത്തശ്ശിക്കഥകൾ ഈ സൗണ്ട് ഒക്കെ ഉണ്ടാക്കി നമ്മളെ പേടിപ്പിക്കുമായിരുന്നു. ആളുകളുടെ സൗണ്ട് ഇവിടെ എന്തിനാ ഉപയോഗിച്ചാൽ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. അത് നിങ്ങൾ കമന്റിൽ പറയാൻ എന്തിനാ ചോദിച്ചാൽ അതിന് കാരണങ്ങൾ നിങ്ങൾ കമന്റ് നോക്കുക. ഇതെന്തിനാ പറഞ്ഞത്? മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നമ്മുടെ ടീം എതിർവശത്തെ ടീം തമ്മിൽ മുട്ടുന്ന ഇതാണ് കേൾക്കുന്നത്.
നമ്മുടെ യുവതാരമായ മാഞ്ചസ്റ്റർ സിറ്റിയുടെ യുവതാരം അത് സാഹസികമായിട്ട് കാണിച്ചിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഇതാണ് ഏറ്റവും വലിയ മോയാർ. നമുക്ക് തമ്പുരാന്നറിയാം ഏറ്റവും വലിയ മോയാർ ഇതാണോ അതോ വേറെയാണോ എന്ന്. 2-1 നമ്മുടെ ഗ്രീനിഷും ജാവോ ഫീനിക്സും സുൽത്താൻമാരും യുവതാരങ്ങൾ രണ്ടുപേരും ഗോളടിച്ചിരിക്കുന്നു. ജാവോ ഫീനിക്സ് കൊണ്ടുപോകും. നമ്മുടെ റെയിൻബോ ഫ്ലിക്ക് അടിക്കാൻ നോക്കുന്നു. നമ്മൾ കാണുക. ഇങ്ങനെ നോക്കുക. എന്താണ് ഷജിമോനെ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ നോക്കുക. എന്താണ് നിങ്ങൾ നോക്കാൻ പറയുന്നത്? അതാണ് നീ കാണുക. മോയാർ കേൾക്കുന്ന കണ്ടില്ലേ? അതാണ് നീ പറയുന്നത്. മോയാറാണ് ചങ്കൂറ്റത്തിന്റെ എല്ലാം. അതെ മോയാറാണ് ചങ്കൂറ്റത്തിന്റെ എല്ലാം. ആയിരിക്കും ഷായിച്ചു. ഇതെന്താണ് കേട്ടത്? നമുക്ക് നോക്കാം. ഫിലിക്സ് അടിക്കുമോ എന്ന് നമുക്ക് നോക്കാം. പറയുന്നത് നമ്മുടെ കൊടുത്ത് നമ്മുടെ ഗോൾ കീപ്പർ കൊടുത്തോ. അത് ഗോളായില്ല. അത് കോർണറിലേക്ക് പോകുന്നു. അത് കോർണറിലേക്ക് പോയില്ല. അത് നമ്മുടെ സേഫ് ഗോളാണ്. എന്താണ് പറ്റിയത്? ക്ഷമിക്കട്ടോ. നമ്മൾക്കെപ്പോഴും കാണാൻ പറ്റുന്ന എല്ലാം കമ്പനിയുടെ കടകളാണ്. നമുക്ക് അടിക്കാൻ പറ്റുമോ? നമുക്കറിയില്ല ശരിച്ചേട്ടാ. അന്നത്തെ പുതിയ രീതിയാണ്. നിങ്ങളെന്ത് പറയുന്നു? ഞാൻ പറയുന്നത് സാഹചര്യമായിട്ട് ഗോളിക്കാൻ നോക്കാം. എതിർവശത്ത് ഗോളി ചങ്കൂറ്റത്തിലുണ്ട്. നമ്മുടെ ഫുട്ബോൾ സ്റ്റാർസ് നാട്ടേക്ക് നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉണ്ടെങ്കിൽ ഈ പോയായിരുന്നു. ഗോളായില്ലെങ്കിൽ ശ്രമിക്കും നമ്മൾ. വീണ്ടും ശ്രമിച്ചോണ്ടിരുന്ന നമ്മൾ അവസാന നിമിഷങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. അവസാന നിമിഷം നമ്മുടെ ജാവോ ഫിലിക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇറങ്ങിയ മൂലമോനി
സബ്സ്റ്റിറ്റ്യൂട്ട് ജാവ ഫിലിക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് കൊലമുവാനി നമ്മുടെ PSG-യുടെ പിന്നെ ഒരു താരം യുവതാരങ്ങളെ കൊലമുവാനി കളിക്കുന്നു. കൊലമുവാനിയാണ് നമ്മുടെ ജാവ ഫിലിക്സിന് പറയാൻ എങ്ങനെ നോക്കുക. അതെന്ന് വെച്ചാൽ അന്തൂറ്റ എന്തായിരിക്കും അപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് അതും നമ്മുടെ സുൽത്താൻ ബാഴ്സലോണയുടെ താരമാണ് ജാവ ഫിലിക്സ്. പെനാൽറ്റിയിലേക്ക് പോവോ ഇല്ലോ നമുക്ക് തമ്പുരാനറിയാം. ഇല്ല നമ്മുടെ നഗാബുദാനെ പിടിച്ചിരിക്കുന്നു. ഇത് 1 നിമിഷം 21 നിമിഷം പെനാൽറ്റി. നമുക്ക് നോക്കാം. സാഹസികമായിട്ട് ഗോൾ ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് ഗോൾ നമ്മുടെ സാഹസികമായിട്ട് പിന്നെയും ഒരു ഗോൾ. ഗ്രീനിഷ് അത് പിന്നെയും പിടിച്ചിരിക്കുന്നു. നോക്കാം ദോരമോനെ നമ്മൾ തോക്കുമോളാ അത് തോറ്റില്ല. നമുക്ക് ബാക്കിയുള്ള എല്ലാം ഗോളാക്കണം. സാഹസികമായിട്ട് എല്ലാം ഗോളാക്കണം. നമുക്ക് അത് സാഹസികമായിട്ട് പിന്നെ ഒരു ഗോൾ. പിടിക്കണം അത് പിന്നെ പിടിച്ചിരിക്കുന്നു. നമ്മുടെ സാഹസികമായിട്ട് പിന്നെയും പിടിച്ചിരിക്കുന്നു. പിന്നെയും ഒരു ഗോൾ അടിക്കണം. അത് പോയി പിന്നെയും ഒരു ഗോൾ. നമുക്ക് സേവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എളുപ്പക്കളിയായിരിക്കും. അമ്പരാന്റെ കളിയാണ്. എന്ത് ചെയ്യുന്നു അടുത്ത നമുക്ക് സേവ് ചെയ്യേണ്ടി വരും. നമ്മളെ അടുത്ത ഗോൾ അടിക്കണം. അത് ഗോളായിരിക്കുന്നു. ക്യാപ്റ്റൻ ഡിപോൾ സെൽഫ് ഗോളാണ്. ഇത് അർജന്റീന വേഴ്സസ് ഫ്രാൻസ് പോലെയാണ്. എന്താവും നമുക്ക് നോക്കാം. പിടിക്കണേ. അതിസാഹസികമായിട്ട് നമ്മൾ ഈ മാച്ച് ജയിച്ചിരിക്കുന്നു. നമ്മുടെ അതിസാഹസിക താരമായ യുവതാരമായ ദോരമുവാനെ നമ്മുടെ ഗോൾ കീപ്പറാണ് നമ്മളെ ജയിച്ചിരിപ്പിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ മാച്ച് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ യുവതാരങ്ങൾ പണ്ടത്തെ താരങ്ങൾ വേണ്ട. സാഹസികമായിട്ട് നമ്മൾ ഈ മാച്ചും തീർത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണാം. ബൈ.